മുൻതൂക്കം തരുന്നത്? ശ്രീകുട്ടൻ, തൃക്കേട്ട, ആയുസ്മുട്ട്, അനന്തകൃഷ്ണൻ, ഗോപകുമാർ, ഭരണി, സന്താനമുട്ട്, നിഷേധിക്കുന്നില്ല. പഠിത്തവും കഴിഞ്ഞ് മകൾക്ക് വിദേശത്തൊരു ജോലി വേണമെന്ന് ആവശ്യം പറഞ്ഞപ്പോ ഞാനൊരു ഏജൻസിയെ പരിചയപ്പെടുത്തി എന്നുള്ളത് നേരാ. ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ മോളെ കയറ്റി വിട്ടത്. ഒരാഴ്ച മുമ്പ് വീട്ടിൽ നിന്ന് പോയ കൊച്ച ഇതുവരെ ഞങ്ങളൊന്ന് വിളിക്കുപോലും ചെയ്തിട്ടില്ല. എവിടെയെന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. കയറ്റി വിട്ട നിങ്ങളോടൊക്കെ അല്ലേ എന്തെങ്കിലും സഹായം ചോദിക്കും. അകത്തേക്കല്ല, പുറത്തേക്ക്. കറക്കം കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ വെച്ചേക്ക്. എനിക്കിവിടെ ഒന്ന് കയറണം. അതാരാ മാമ? എൻ്റെ ഒരു പഴയ ഫ്രണ്ടാ. ഇവിടെ കൊണ്ടുപോകുന്നോളാം, ചാർജ് കയറുക്കരുത്. ഓ ഗോവിന്ദ, പഴയ നാട്ടുകാർ പുതിയ വീടെടുത്തെന്ന് കേട്ടു. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കാണുമല്ലേ? ആ, അതെല്ലാം മൂപ്പരുടെ നാട്ടിൽ വെച്ചിട്ടങ്ങ് തീർത്ത്. ഓ, അപ്പൊ പിന്നെ ഇത്? അത് മൂപ്പരയുടെ മാടായിപ്പുഴയിൽ ഒഴുക്കണമെന്ന എൻ്റെ ആശ. അതാ. എന്നാ പിന്നെ ആരോട്ടും അറിയിച്ചതുമില്ല. ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തേടി പിടിച്ച് ചേർത്തലേക്ക് വന്നേനെ. ചേർത്തലല്ല കേട്ടോ, ചാലക്കുടിക്കടുത്ത കുറുവിലക്കാവ്, അവിടെയാണ് തറവാട്. നമ്മള് ഞാൻ ശശിധരൻ, രുക്മിണിയമ്മയുടെ. ഇത് മൂപ്പരുടെ ആൾക്കാരാ. ഞാൻ ഗോവിന്ദൻ, ഭരതേട്ടന്റെ അടുത്ത ആളായിരുന്നു. അങ്ങനെ പറയാനൊരു ഉള്ളിക്കുത്തുണ്ട് കേട്ടോ. നമ്മൾ തട്ടുന്നില്ല, നമുക്ക് സമാധാനം മതി. ഏത് മറിച്ച് ഇങ്ങോട്ട് കയറി വന്ന അയാൾ എന്തെങ്കിലുമൊക്കെ പറയും. അതിവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഒരു സൈഡിൽ നിന്ന് പൊട്ടി തുടങ്ങും. പിന്നെ കണക്കണമെന്നാവും, മൊത്തം കയ്യിൽ നിന്നും പോകും. ഈ ആള് കൂടിയ പാമ്പ് ചാവില്ലെന്ന് കേട്ടിട്ടില്ലേ? അതന്നെ കാര്യം. നാട്ടിൽ എങ്ങോട്ട് ഓടണമെന്നോ ആരോട് സഹായം ചോദിക്കണമെന്നോ പോലും ഒരു പിടുത്തവും ഇല്ല.